നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്ലറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഇടുക്കിയിൽ 3.5 മാസം പ്രായമായ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പിതാവാണെന്ന് തെളിഞ്ഞു. മരിയാപുരം ഭൂതക്കുഴിയിൽ അനിൽ അറസ്റ്റിലായി. കസ്തൂരംഗൻ വിഷയത്തിൽ അന്തിമ വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്ന് ജോയ്സ് ജോർജ് MP. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി MP ചർച്ച നടത്തി. പഴയ RBT തേയിലത്തോട്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടിക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം. തോട്ടം ഏറ്റെടുത്ത നടപടി പിൻവലിക്കണമെന്ന് തൊഴിലാളി നേതാക്കൾ. വിധിയെ തോൽപ്പിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച ഒരു കർഷകൻ. വാഴവര കല്ലുവെച്ചൽ തോമാച്ചൻ ശാരീരിക വൈകല്യങ്ങളെ അതിജീവിച്ച് കൃഷിയിൽ മികച്ച നേട്ടം സ്വന്തമാക്കുന്നു. വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ 3.5 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പിതാവാണെന്ന് തെളിഞ്ഞു. മരിയാപുരം ഭൂതക്കുഴിയിൽ അനിലാണ് പ്രതി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5:30-ക്ക് ഭാര്യ ഗ്രീഷ്മയുമായി അനിൽ വഴക്കുണ്ടാക്കി. തുടർന്ന് ഇടുക്കി ജംഗ്ഷനിലേക്ക് പോയി. പണി കഴിഞ്ഞു വന്നപ്പോൾ കാപ്പി നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു വഴക്ക്. പിന്നീട് 7 മണിയോടുകൂടി വീട്ടിൽ മടങ്ങിയെത്തി. അപ്പോൾ ഗ്രീഷ്മ കുഞ്ഞിനെ മുലയൂട്ടുകയായിരുന്നു. ഈ സമയം കാപ്പി ആവശ്യപ്പെട്ട അനിലിനോട് ഗ്രീഷ്മ കുഞ്ഞിന്റെ കരച്ചിൽ മാറട്ടെ എന്ന് പറഞ്ഞതോടുകൂടി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയ ശേഷം അടുക്കളയിലേക്ക് പോയ ഭാര്യയുമായി അനിൽ വഴക്കു തുടർന്നു. ഗ്രീഷ്മയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അനിൽ ആവശ്യപ്പെട്ടതോടെ ഗ്രീഷ്മ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ സമയം തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് കരഞ്ഞു. ആദ്യം അനിൽ തൊട്ടിലാട്ടിയെങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ കൂടി. ദേഷ്യമൂത്ത അനിൽ തൊട്ടിലിൽ നിന്നും കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും കാൽത്തള തൊട്ടിലിൽ ഉടക്കി. ഇതിൽ കലിപുണ്ട ഇയാൾ കുഞ്ഞിനെ തൊട്ടിലിലേക്ക് തിരികെയിട്ട ശേഷം തൊട്ടിൽ ശക്തിയായി മരക്കതകിന്റെ പാളിയിൽ ഇടിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞിന്റെ തലയോട്ടിക്ക് പൊട്ടൽ വീണു. തുടർന്നിങ്ങോട്ട് അനിലിന്റെ തിരക്കഥയായിരുന്നു അരങ്ങേറിയത്. ചെവിയിലൂടെ രക്തമൊലിച്ചിറങ്ങിയ കുഞ്ഞുമായി ഇയാൾ ബന്ധുക്കളെയും കൂട്ടി ഇടുക്കി ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലുമെത്തി. എന്നാൽ ഇവിടെ വെച്ച് കുട്ടി മരിച്ചു. താൻ പുറത്തേക്ക് പോയ സമയത്ത് ഗ്രീഷ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ പറഞ്ഞത്. പഞ്ചായത്തിലെ സ്വീപ്പറായ ഭാര്യയ്ക്ക് ജോലിക്ക് പോകുന്നതിന് തടസ്സമായതാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നും മുൻപ് 2 പ്രാവശ്യം കുട്ടിയെ അപായപ്പെടുത്താൻ ഭാര്യ ശ്രമിച്ചിരുന്നതായും ഇവർക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായും ഇയാൾ സമർത്ഥിച്ചു. ഇതേ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കഥകൾ മാറിമറിഞ്ഞത്. ഭാര്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരുടെയും 2ാമത്തെ വിവാഹബന്ധമാണിത്. പെൺകുഞ്ഞു പിറന്നതിൽ അനിലിന് ദേഷ്യമുണ്ടായിരുന്നു. പലപ്പോഴും കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ ഇയാൾ ഭാര്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ സിബിച്ചൻ ജോസഫ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇതേ തുടർന്ന് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കസ്തൂരംഗൻ വിഷയത്തിൽ അന്തിമ വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്ന് ജോയ്സ് ജോർജ് MP. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് MP ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞയാഴ്ചയിൽ ജോയ്സ് ജോർജ് MPയുടെ നേതൃത്വത്തിൽ MPമാരുടെ സംഘം പുതിയതായി ചുമതലയേറ്റ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. MPമാർ നൽകിയ നിവേദനം സ്വീകരിച്ച മന്ത്രി ഉടൻ തന്നെ അന്തിമ വിജ്ഞാപനം ഇറക്കാമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അന്തിമ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താനും ജോയ്സ് ജോർജ് MPയെ പരിസ്ഥിതി മന്ത്രി ചുമതലപ്പെടുത്തി. ഇതനുസരിച്ചാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സഞ്ജയ് നാരായൺ IASുമായി പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും MP ചർച്ച നടത്തിയത്. ഓഗസ്റ്റ് പകുതിക്ക് മുമ്പ് കർണാടക സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് കൂടി ലഭിക്കുമെന്ന് മന്ത്രാലയ വക്താക്കൾ അറിയിച്ചു. വനത്തിനുള്ളിൽ മാത്രം ESA നിജപ്പെടുത്തി ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും തോട്ടങ്ങളെയും ടൌൺഷിപ്പുകളെയും സമ്പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അതനുസരിച്ചായിരിക്കണം അന്തിമ വിജ്ഞാപനം ഇറങ്ങേണ്ടതെന്നും MP ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു. ഇതിനാവശ്യമായ രേഖകളും റിപ്പോർട്ടുകളും MP ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭാ തീരുമാനം ഉൾപ്പെടെയുള്ള രേഖകൾ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു വില്ലേജ് പോലും പരിസ്ഥിതിലോല പട്ടികയിൽ വരാതെ വനത്തിനുള്ളിൽ മാത്രമേ ESA ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേത്. ഇടുക്കിയിലെ ജനങ്ങൾ തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വം 2017 തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MP പറഞ്ഞു. പീരുമേട്ടിലെ പഴയ RBT തേയിലത്തോട്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഏകപക്ഷീയ നടപടിക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടന്നു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ഞങ്ങൾ നടത്തുന്ന സമരത്തിന് മാനേജ്മെന്റുകളും ഒരുപക്ഷെ മാനസികമായി അവർ അനുകൂലമായിരിക്കാം. അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന സ്വത്തല്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും മാനേജ്മെന്റിന്റെ സ്വത്ത് സംരക്ഷിക്കണമെന്നല്ല.
ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ജോലിയെടുത്തതുപോലെ നാളെയും ജോലിയെടുക്കാനുള്ള സൗകര്യമുണ്ടാകണം. പഴയ RBT കമ്പനിയുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യം നൽകിയ നോട്ടീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് CITU, INTUC, AITUC സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചും യോഗവും നടന്നത്. ഏഴായിരത്തോളം തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ട്രേഡ് യൂണിയനുകളുമായോ രാഷ്ട്രീയ പാർട്ടികളുമായോ ഒരു ചർച്ചയും നടത്താതെയായിരുന്നു തോട്ടം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പഴയ RBT കമ്പനിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കോഴിക്കാനം, പാമ്പനാർ, ഗ്രാമ്പി, മഞ്ചുമല, പശുമല, തേങ്ങാക്കൽ, നെല്ലിമല, തങ്കമല, മൌണ്ട് എന്നീ തോട്ടങ്ങളുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകിയ തേയിലത്തോട്ടങ്ങൾ നിലവിൽ പോപ്സ് എന്റർപ്രൈസസ്, ബദേൽ പ്ലാന്റേഷൻസ് എന്നിവരുടെ കൈവശമാണുള്ളത്. 7000-ലധികം വരുന്ന തൊഴിലാളികളുടെ ജോലിസ്ഥിരതയോ വ്യവസായത്തിന്റെ നിലനിൽപ്പോ സംബന്ധിച്ച ഒരു ഉറപ്പും മുൻകരുതലും ഇല്ലാതെയാണ് ഏറ്റെടുക്കൽ നടപടികൾ നടത്തിയത്. പ്രതിഷേധ യോഗത്തിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് അധ്യക്ഷനായിരുന്നു. വിവിധ സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് EM ആഗസ്തി, വാഴൂർ സോമൻ, G വിജയാനന്ദ്, R തിലകൻ, M തങ്കദുരൈ, KM മുഹമ്മദ് അലി, ഷാജി പൈനാടത്ത്, M ആന്റണി, R വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ റീസർവേ അപാകത മൂലം ഏറെ ദുരിതമനുഭവിക്കുന്നത് മന്നാക്കണ്ടം വില്ലേജിലെ സാധാരണക്കാരായ കർഷകരാണ്. സർവേയർ ആവശ്യപ്പെടുന്ന കൈക്കൂലി നൽകാത്തതുമൂലമാണ് തനിക്ക് നീതി കിട്ടാത്തതെന്ന് 10 മൈൽ സ്വദേശി തുടുമ്മേൽ എബ്രാഹിം ആരോപിച്ചു. വാളറ 10 മൈലിൽ TV എബ്രഹാം 2000-ലാണ് പട്ടയമുള്ള 20 സെന്റിൽ നിന്നും 10 സെന്റ് വില കൊടുത്തു വാങ്ങുന്നത്. പോക്കുവരവ് നടത്താൻ ചെന്നപ്പോഴാണ് റീസർവേയിലെ അപാകത ചൂണ്ടിക്കാട്ടി കരമടയ്ക്കാൻ കഴിയാഞ്ഞത്. 17 വർഷമായിട്ടും റീസർവേ നടപടി പൂർത്തിയാക്കി കരമടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസിൽ പരാതിപ്പെട്ടതാണ് തനിക്ക് ഇതുവരെയും കരമടയ്ക്കാൻ കഴിയാഞ്ഞതെന്ന് എബ്രഹാം പറയുന്നു. ബിജു രാമകൃഷ്ണനെതിരെ പരാതി വിജിലൻസിന് കൊടുക്കുകയും ഒരു 1.5 വർഷം മുന്നേ വിജിലൻസിന് കൊടുക്കുകയും വിജിലൻസ് വന്ന അനിൽ ജോർജ് സാറ് ദേവികുളത്ത് നിന്ന് വന്ന ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് പോയി തൊഴിലെ കൊണ്ടുവച്ച് നോക്കുകയും എന്നോട് തൊഴിലെ ചെല്ലാൻ അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. തൊഴിലെ ജില്ലയിൽ ഞാൻ തൊഴിൽ ചെന്ന റിപ്പോർട്ടും കൊടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇതുവരെ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. എന്നോട് ദേവികുളം താലൂക്ക് ഓഫീസിന്റെ പരിസരത്ത് വെച്ച് പറഞ്ഞത്, താൻ എന്റെ പേരിൽ പരാതി കൊടുത്തുകൊണ്ട് ഇയാൾ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് തേഞ്ഞു തീരുന്ന നടന്നു കഴിഞ്ഞാൽ പോലും തന്റെ പേപ്പറുകൾ ഞാൻ ശരിയാക്കാനുള്ള അവസരം ഞാൻ ഇയാൾക്ക് തരില്ല എന്നുള്ള. വർഷങ്ങളായി റീസർവേ നടത്തിക്കിട്ടാതായപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായ വിധി സമ്പാദിച്ചിട്ടും തനിക്ക് റീസർവേ നടത്തിത്തരാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇത് നടത്തി കിട്ടാതെ വന്നതിനെ തുടർന്ന് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിക്കുകയും ആ ഓർഡർ തഹസിൽദാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ഓർഡർ കൊടുത്തതിന് ശേഷവും സർവേയർ പറയുന്നത് ഈ നിയമാനുസരണം അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അതിന്റെ സർവേ നമ്പർ ശരിയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ചെയ്തു തരാത്തതിന്റെ കാരണം പറയുന്നത്. ഇപ്പോൾ നിലവിലെ റിസർവ് ഫോറസ്റ്റ് ആണെന്നാണ് ഇപ്പോഴത്തെ സർവേയർ പറഞ്ഞത്. 50,000-വും 60,000-വും രൂപ സർവേയർമാർക്കും മറ്റുദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയ പലർക്കും റീസർവേ നടത്തി കരമടയ്ക്കാൻ സംവിധാനമായിട്ടുണ്ടെന്നും കൈക്കൂലി നൽകാത്തതും നിയമപോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുന്നതും കൊണ്ടാണ് തനിക്ക് ചില ഉദ്യോഗസ്ഥർ വിലങ്ങുതടിയായി നിൽക്കുന്നത്. 20 സെന്റ് പട്ടയത്തിൽ തന്റെ 10 സെന്റ് മാത്രം റീസർവേ നടത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നാണ് എബ്രഹാമിന്റെ ചോദ്യം. 20 സെന്റ് സ്ഥലത്തിൽ നിന്ന് വാങ്ങിച്ചതിൽ നിന്ന് 10 സെന്റ് സ്ഥലം റീസർവേ ചെയ്തു കൊടുക്കുകയും 10 സെന്റ് സ്ഥലം എന്റെ 10 സെന്റ് സ്ഥലം റീസർവേ ചെയ്യാതെ കിടക്കുകയും ചെയ്യുകയാണ്. ഏത് നിയമത്തിന്റെ പേരിലാണ് 10 സെന്റ് ചെയ്തു കൊടുക്കുകയും ഒരു പട്ടയത്തിൽ നിന്ന് 10 സെന്റ് ചെയ്തു കൊടുക്കുകയും 10 സെന്റ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്നതെന്ന കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. തനിക്ക് നീതി കിട്ടുമോ, അധികാരികളുടെ കണ്ണു തുറക്കുമോ എന്നതാണ് ഭാര്യയും 2 പെൺമക്കളുമായി താമസിക്കുന്ന എബ്രഹാം ഉയർത്തുന്ന ചോദ്യം. അഖിലേന്ത്യാ കിസാൻ സഭ ഇടുക്കി ജില്ലാ ലീഡേഴ്സ് ക്യാമ്പ് ചെറുതോണിയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ഇടുക്കി ജില്ലാ ലീഡേഴ്സ് ക്യാമ്പാണ് ചെറുതോണിയിൽ നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ വേണുഗോപാലൻ നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. മാത്യു വർഗീസ്, PS നെപ്പോളിയൻ, KR ഷാജി, TC കുര്യൻ, ബെന്നി മാത്യു, MK പ്രിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2 കിഡ്നികളും തകരാറിലായ വലിയ തോവാള സ്വദേശി സതീഷ് ബാലചന്ദ്രന്റെ ചികിത്സയ്ക്കായി നാട് ഒന്നാകെ കൈകോർക്കുന്നു. ഓഗസ്റ്റ് 6-ാം തീയതി ഒരു ദിവസം കൊണ്ട് പരമാവധി തുക പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്താനാണ് ശ്രമം. വലിയ തോവാള മാളിയേക്കൽ സതീഷ് ബാലചന്ദ്രൻ M.Com വിദ്യാർത്ഥിയാണ്.
കഴിഞ്ഞ ഒരു മാസമായി 2 കിഡ്നികളും തകരാറിലായ സതീഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയ്ക്കുള്ള തുക സംഘടിപ്പിക്കാനാണ് ഒരു നാട് മുഴുവൻ ഒന്നാകെ കൈകോർക്കുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതി ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പരമാവധി തുക സുമനസ്സുകളിൽ നിന്നും ശേഖരിക്കാനാണ് ഇവർ തയ്യാറെടുക്കുന്നത്. ജനറൽ കൺവീനർ ഫാദർ തോമസ് തെക്കേമുറി, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി എന്നിവരുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണം. നല്ല മിടുക്കനായിട്ട് പഠിക്കുന്ന നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ നാടിന് ഏറെ താല്പര്യമുള്ള ഒരു യുവാവാണ് സതീഷ് ബാലചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നാടൊന്നാകെ ഒരുമിച്ച് ചേർന്ന് ഈ യുവാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഞായറാഴ്ച പാമ്പാടുംപാറ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സന്നദ്ധ പ്രവർത്തകര് ഭവനങ്ങൾ കയറിയിറങ്ങി ധനശേഖരണം നടത്തുകയാണ്. ഈ ധനശേഖരണത്തിൽ ഈ നാട്ടിലുള്ള എല്ലാ പത്രമാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണവും പ്രോത്സാഹനവും എല്ലാം പ്രതീക്ഷിക്കുകയാണ്. സന്തോഷ് പാലുത്തറയുടെയും ജോസഫ് ഞൊഴിമുറിയുടെയും പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കട്ടപ്പന ശാഖയിൽ അക്കൌണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പാമ്പാടുംപാറ പഞ്ചായത്താകെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ രംഗത്തിറങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഫാദർ തോമസ് തെക്കേമുറി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ജോസുകുട്ടി, സരിത സുരേഷ്, ഗോപി ഊളാനി, പി എൻ മോഹനൻ, സുരേഷ് കെ കെ, ജെയിംസ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഇതോടനുബന്ധിച്ച് റോട്ടറി ക്ലബ്ബിന്റെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗണിന്റെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഫാദർ എബ്രഹാം കണ്ണന്താലയ്ക്കൽ നിർവഹിച്ചു. നിഷാസ് ബി, എൽസമ മാത്യു എന്നിവർ ചേർന്ന് തിരിതെളിച്ചു. ചടങ്ങിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ബേബി മാത്യു മുഖ്യാതിഥിയായിരുന്നു. ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ ഒരു പവനല്ല 1 കിലോ സ്വർണം സമ്മാനമായിട്ട് കൊടുത്താലും ജേക്കബ് സാറെ ഒരു തെറ്റുമില്ല. അത്രമാത്രം ആർജവം ഈ ക്ലബിന് സിബിച്ചനും രാജേഷും ചേർന്ന് തന്നിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചടങ്ങിൽ നടന്നു. പ്രസിഡന്റായി ജോണി കലയത്തിലാൽ, സെക്രട്ടറിയായി ബിനു സി ചാണ്ടി എന്നിവർ ചുമതലയേറ്റു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ മാത്യു തോമസ് പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. ടോമി ജോസഫ്, നവീൻ ആന്റണി എന്നിവരാണ് പുതിയ അംഗങ്ങൾ. ചടങ്ങിൽ സിബിച്ചൻ ജോസഫ്, ജേക്കബ് എബ്രഹാം, രാജേഷ് എന്നൻ, ജോണിക്കുട്ടി ടി പി, ബാബു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷം വാഗമണിൽ നടന്നു. DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. വാഗമൺ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷവും കുടുംബസംഗമവും നടന്നത്. വാഗമൺ ന്യൂ ഡൂബ്സ് റിസോർട്ട് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് ബെന്നറ്റ് രാജ് SK അധ്യക്ഷനായിരുന്നു. മുൻ MLA EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. KPCC നിർവാഹക സമിതി അംഗം ഷാഹുൽ ഹമീദ്, DCC സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, PR അയ്യപ്പൻ, അബ്ദുൾ റഷീദ്, MK ഷാജഹാൻ, സണ്ണി കൊച്ചുതമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ദിരാഗാന്ധി ജന്മദിനാഘോഷവും കുടുംബസംഘവും ഉടുമ്പുചോല കല്ലുപാലത്ത് നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കല്ലുപാലം, പാപ്പൻപാറ ബൂത്ത് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിന ആഘോഷവും ബൂത്ത് കമ്മിറ്റികളുടെ സംയുക്ത യോഗവും നടന്നത്. യോഗത്തിൽ മേഖലയിലെ മികച്ച കർഷകരെയും മുതിർന്ന പൌരന്മാരെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കൃഷിക്കൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുകയും മേഖലയിലെ നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്ന വനിതാ സംരംഭകയായ കല്ലുപാലം സ്വദേശി വളർമണിയെ യോഗത്തിൽ ആദരിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. പരിപാടിയിൽ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, MN ഗോപി, MV ജോസഫ്, സാന്റോച്ചൻ കൊച്ചുപുര, ബെന്നി തുണ്ടത്തിൽ, ബെന്നി കുന്നേൽ, PD ജോർജ്, അഭിലാഷ് ജോർജ്, ജെയ്നി മാത്യു, ബീനാമോൾ KK തുടങ്ങിയവർ സംസാരിച്ചു. കല്ലുപാലം, പാപ്പൻപാറ ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും നിരവധി പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിൽ ഡാലിയ പൂക്കളുടെ വസന്തകാലം. വിവിധ വർണ്ണങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഡാലിയ പൂക്കൾ നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. നിറവസന്തത്തിന്റെ വർണ്ണക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഹൈറേഞ്ച് മേഖലയിൽ വ്യാപകമായി പൂത്തിരിക്കുന്ന ഡാലിയ പൂക്കൾ. വിവിധ ഇനങ്ങളിലും വർണ്ണങ്ങളിലുമായി പൂത്തലഞ്ഞു നിൽക്കുന്ന ഡാലിയ പൂക്കൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ച കൂടിയാണ്. മഞ്ഞ, വെള്ള, വയലറ്റ്, മെറൂൺ, പഴുക്കാമഞ്ഞ തുടങ്ങിയ നിറത്തിലുള്ള പൂക്കളാണ് വിരിഞ്ഞു നിൽക്കുന്നത്. മഞ്ഞയും പഴുക്കാമഞ്ഞയും മെറൂണുമാണ് ഏറെ ആകർഷണീയമായത്.
നിലവിൽ കർക്കിടക മാസമാണെങ്കിലും ഓണത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഡാലിയ പൂക്കളുടെ വസന്തകാലം. അസ്റ്ററേഷ്യ കുടുംബത്തിൽപ്പെടുന്ന കുറ്റിച്ചെടിയാണ് ഡാലിയ. 2 വർഷത്തിലേറെയാണ് ഒരു ചെടിയുടെ ആയുസെങ്കിലും എല്ലാ കാലവും ഇവ പുഷ്പിക്കും എന്നതും പ്രത്യേകതയാണ്. വേരുകളിൽ ആഹാരം സൂക്ഷിച്ചു വയ്ക്കുന്ന ചെടിയായതിനാൽ ചില രാജ്യങ്ങളിൽ ഇവയെ ആഹാരത്തിനായി നട്ടുപരിപാലിക്കുന്നുണ്ട്. ഔഷധ ഗുണമുള്ള ഡാലിയ ചെടികളുടെ തണ്ടുകൾ വെള്ളം വലിച്ചു കുടിക്കുവാനും ഉപയോഗിക്കുന്നുണ്ട്. മെക്സിക്കോ, മധ്യ അമേരിക്ക, കൊളംബിയ എന്ന രാജ്യങ്ങളാണ് ഡാലിയയുടെ ഉത്ഭവങ്ങൾ. പുരാതന ശേഷിപ്പുകളായ മുനിയറകൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ മുട്ടുകാടിലാണ് 20ഓളം വരുന്ന മുനിയറകൾ സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന മുനിയറ സംരക്ഷണ മേഖലകളിൽ ഒന്ന് മറയൂർ മേഖലയിലാണ്. 100 കണക്കിന് മുനിയറകളാണ് മറയൂർ പ്രദേശത്തുള്ളത്. പുരാവസ്തു വകുപ്പിന്റെ ഏറെ ശ്രദ്ധയുള്ള പ്രദേശം കൂടിയാണിവിടം. ഇത്തരത്തിൽ പല പ്രദേശത്തും മുനിയറകൾ സംരക്ഷിക്കപ്പെടുമ്പോഴും മുട്ടുകാട്ടിലെ മുനിയറകളെ നാശത്തിന്റെ വക്കിൽ കരകയറ്റി സംരക്ഷിക്കുന്നതിന് അധികൃതർ തയ്യാറാകുന്നതുമില്ല. മുട്ടുകാട് മലനിരകളിലേക്ക് വിനോദസഞ്ചാരത്തിനായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇവിടം വിനോദസഞ്ചാര കേന്ദ്രമായി ഇനിയും ഉയർത്തുവാനും കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രധാന ആകർഷണവും പാറയും പച്ചപ്പും നിറഞ്ഞ മലനിരകളിൽ ഉള്ള മുനിയറകൾ തന്നെയാണ്. എന്നാൽ നിലവിൽ ഇവ കാണുന്നതിന് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും മുനിയറകൾ നാശത്തെ നേരിട്ടാൽ സഞ്ചാരികൾക്ക് ഇവിടം ഉപേക്ഷിക്കുമെന്നതിന് സംശയമില്ല. കൂറ്റൻ പാറപ്പാളികൾ കുത്തിനാട്ടിയും ഇവ കൊണ്ട് മേൽക്കൂര തീർത്തും നിർമ്മിച്ചിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുനിയറകളാണ് ഇവിടെയുള്ളത്. ഇവ സംരക്ഷിക്കപ്പെട്ടാൽ പുരാതന ശേഷിപ്പുകൾ എന്നും അവശേഷിക്കുന്നു എന്നത് മാത്രമല്ല, ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി ഇത് വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ നിലവിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുനിയറകൾ സംരക്ഷിക്കപ്പെടുന്നത് മറയൂരിൽ മാത്രമാണ്. ഇതും ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മാത്രം. ഏറെ പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ആരെയും ആകർഷിക്കുന്ന മുട്ടുകാട് മലനിരകളിൽ ടൂറിസം വികസനം എത്തുന്നതിനും പുരാതന ശേഷിപ്പുകളായ മുനിയറകൾ സംരക്ഷിക്കുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. വണ്ടിപ്പെരിയാറിൽ സ്വകാര്യ ബസ്സിൽ കുഴഞ്ഞു വീണ മധ്യവയസ്കൻ മരിച്ചു. വണ്ടിപ്പെരിയാർ ചന്ദ്രവനം സ്വദേശി സതീഷാണ് മരിച്ചത്. ബസ്സിൽ യാത്രക്കിടെ കുഴഞ്ഞു വീണയാൾ മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടുകൂടി വണ്ടിപ്പെരിയാർ ചന്ദ്രവനത്തിൽ നിന്നും KSRTC ബസ്സിൽ കയറിയ ചന്ദ്രവനം അനുഭവൻ വീട്ടിൽ സതീഷ് 47 മരിച്ചത്. ചന്ദ്രവനത്തിൽ നിന്നും ബസ്സിൽ കയറിയ സതീഷ് പശ്ചിമല എത്തിയപ്പോൾ ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് KSRTC ബസ്സിൽ തന്നെ ചുരക്കുളം പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് ഡോക്ടർ ഇല്ലാതിരുന്നതും മരണകാരണമായതെന്നും ബന്ധുക്കൾ പറയുന്നു. പിന്നീട് മരണകാരണം അറിയുന്നതിന് പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ആംബുലൻസ് വാഹനം തടഞ്ഞുവെച്ചു. പിന്നീട് പോലീസ് എത്തിയാണ് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. സംസ്കാരം ചൊവ്വാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ വനജ, അനു, അഞ്ജു എന്നിവർ മക്കളാണ്. മുരിക്കാശ്ശേരി മൂങ്ങാപ്പാറ ടൗൺ പൂന്തോട്ടമായി മാറുന്നു. ഹരിത കേരള മിഷന്റെ ഭാഗമായി ശൗര്യാങ്കുഴി കാർഷിക നഴ്സറിയുടെ നേതൃത്വത്തിലാണ് പൊതുജന പങ്കാളിത്തത്തോടെ റോഡ് വക്കിൽ പൂന്തോട്ടം നിർമ്മിക്കുന്നത്. തോപ്രാംകുടി മുരിക്കാശ്ശേരി റൂട്ടിൽ മൂങ്ങാപ്പാറ ടൗൺ ഇനി മുതൽ പൂക്കളാൽ അലങ്കരിക്കപ്പെടും. മൂങ്ങാപ്പാറ ടൗണിന്റെ 1/2 കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് റോഡിന്റെ ഇരുവശത്തും പൂന്തോട്ടം ഒരുക്കുന്നത്. ഹരിത കേരള മിഷന്റെ ഭാഗമായി ശൗര്യാങ്കുഴി കാർഷിക നഴ്സറിയുടെ നേതൃത്വത്തിലാണ് പൊതുജന പങ്കാളിത്തത്തിൽ പൂന്തോട്ടം നിർമ്മിക്കുന്നത്. റോഡിന്റെ ഇരുവശത്തുമായി 1000-ലധികം പൂച്ചെടികളാണ് നട്ടുപിടിപ്പിക്കുന്നത്. ഗോൾഡൻ സൈപ്രസ്, മെനസ്റ്റോമിയ, ഹൂജ, അരളി, നന്ദിയാർവട്ടം, ചെത്തി, സ്റ്റാർലൈറ്റ് തുടങ്ങിയ ചെടികളാണ് നടുന്നത്. പൂച്ചെടികൾ നൽകുന്നതും പരിപാലിക്കുന്നതും ശൗര്യാങ്കുഴി കാർഷിക നഴ്സറിയാണ്. 100ഓളം വരുന്ന പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ശൗര്യാങ്കുഴി കാർഷിക നഴ്സറി ഉടമ ആന്റണി ശൗര്യാങ്കുഴി അധ്യക്ഷത വഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു പൂച്ചെടികൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം അജീഷ് ജോസഫ് യോഗത്തിൽ സംസാരിച്ചു. ഹൈറേഞ്ച് മേഖലയിലെ ആദ്യത്തെ പൂന്തോട്ട റോഡായി തോപ്രാംകുടി മുരിക്കാശ്ശേരി റോഡ് ഇനി മാറും. ശൗര്യാങ്കുഴി കാർഷിക നഴ്സറിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പൂച്ചെടികൾ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ മേഖലയിൽ 2 ദിവസമായി കറങ്ങി നടക്കുന്ന മയിൽ ആളുകൾക്ക് കൗതുക കാഴ്ചയായി. മണക്കാട്, വെങ്ങല്ലൂർ പ്രദേശങ്ങളിലാണ് മയിലിനെ കണ്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് തൊടുപുഴയിൽ മയിലിനെ കാണുന്നത്. ആദ്യ ദിവസം മണക്കാട് മേഖലയിലെ മരങ്ങളിലും കെട്ടിടങ്ങളുടെ മുകളിലുമായിരുന്നു. 2ാം ദിവസം വെങ്ങല്ലൂർ വഴി ഷാപ്പുപടിയിലെത്തി. മരത്തിന് മുകളിലിരിക്കുന്ന മയിലിനെ കണ്ട് ആളുകൾ എത്തിത്തുടങ്ങി. ഇതോടെ സമീപത്തെ മതിലിന് മുകളിലേക്ക് പറന്നിറങ്ങി. അവിടെ നിന്നും സമീപത്തെ മരങ്ങളിലും കെട്ടിടങ്ങളിലുമൊക്കെയായി കറങ്ങി നടന്നു. മൊബൈലും ക്യാമറകളുമായി നാട്ടുകാർ ദൃശ്യങ്ങളും ചിത്രങ്ങളും പകർത്താൻ ഓടിക്കൂടി. മയിലിനെ അടുത്തു കാണാൻ കഴിഞ്ഞത് കുട്ടികൾക്കൊപ്പം മുതിർന്നവരെയും സന്തോഷത്തിലാക്കി. ഇതിനു മുമ്പ് ഞാൻ ഈ മയിലിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ ഏറ്റവും അടുത്ത് കണ്ടത്. അന്ന് കണ്ടത് പെണ്ണിനായിരുന്നു, ഇപ്പോൾ ആടിനെയാണ്. ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്.
വളരെ അടുത്ത ആദ്യം തേക്കല കണ്ടത്. ആ പന്തളത്തിൻ്റെ ഗോഡൗണിൻ്റെ മുമ്പിലുള്ള തേക്കിലാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ പറന്നു വന്ന് കുറച്ച് അകലെ വന്നു അവിടെ വന്ന് കണ്ടു. കാലിന് ചെറിയ പരുക്കുള്ളതിനാലാണ് മയിൽ കൂടുതൽ ദൂരത്തേക്ക് പറന്നു പോകാത്തതെന്നാണ് സംശയം. അപകടക്കണിയായി ഖജനാപ്പാറ മുട്ടുകാട് റോഡ്. കുത്തിറക്കവും കൊടുമ്പളവുകളും നിറഞ്ഞ റോഡിന്റെ വശങ്ങളിൽ ക്രാഷ് ബാരിയറുകളോ സൂചനാ ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല. രാജകുമാരി ചിന്നക്കനാൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണ് ഖജനാപ്പാറ മുട്ടുകാട് റോഡ്. മലമുകളിൽ നിന്നും താഴോട്ടുള്ള കുത്തിറക്കമായ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഒരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. വിനോദസഞ്ചാരികളടക്കം കടന്നുവരുന്ന വഴിയിൽ സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിക്കുവാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ്. കുത്തിറക്കത്തിനൊപ്പം കൊടും വളവുകളും നിറഞ്ഞ റോഡിലൂടെ സാഹസികമായി വളരെ ശ്രദ്ധിച്ച് വാഹനമോടിച്ചില്ലെങ്കിൽ നിയന്ത്രണം വിട്ട വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ്. അന്യസംസ്ഥാനത്തു നിന്നടക്കമുള്ള വാഹനങ്ങൾ വിനോദസഞ്ചാരികളുമായി ഇതുവഴി കടന്നു വരാറുണ്ട്. ഇതുവഴി വാഹനമോടിച്ച് പരിചയമില്ലാത്ത ഇവർക്ക് സഹായകരമാകുന്ന തരത്തിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നതിന് സംശയമില്ല. മാത്രവുമല്ല, വലിയ വളവുകൾക്ക് സമീപം നൂറുകണക്കിനടി താഴ്ചയുള്ള കൊക്കയാണുള്ളത്. ഇത്തരം പ്രദേശങ്ങളിൽ ക്രാഷ് ബാരിയറുകളും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനും അധികൃതർ തയ്യാറായിട്ടില്ല. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ പ്രദേശങ്ങൾ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുമെന്നതിന് സംശയമില്ല. പൊന്മുടി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ബ്ലൂംസ് ഡേ പദ്ധതിക്ക് തുടക്കമായി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK മോഹനൻ നായർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK മോഹനൻ നായർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ കലാകായികം, വ്യക്തിത്വ വികസനം തുടങ്ങി സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് പൊന്മുടി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ബ്ലൂംസ് ഡേ പദ്ധതിക്ക് തുടക്കമിട്ടത്. എല്ലാ ശനിയാഴ്ചയുമാണ് പദ്ധതി നടക്കുന്നത്. വിദ്യാർത്ഥികളിലെ സർഗവാസന കണ്ടെത്തി അവ പരിപോഷിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫിന്റെ നേതൃത്വത്തിൽ അർപ്പണ മനോഭാവമുള്ള അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് ബ്ലൂംസ് ഡേ പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂൾ ഓടി നടന്ന ഉദ്ഘാടനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് വാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് കുളങ്ങര ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിഷമയമായ പച്ചക്കറികൾ ഓണത്തിന് ബഹിഷ്കരിച്ച് വിഷമുക്തമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതി ആരംഭിച്ചത്. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന എന്റെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം വിക്ടോറിയ വിൽസൺ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ്, ഗീത ശശികുമാർ, നോബി തോമസ്, ഷൈല സിജി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. അധ്യാപകരായ ബിനോ ഫിലിപ്പ്, സിസ്റ്റർ മേരി, ഷെർലി തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടൻമേട് ഇരട്ടയാർ പഞ്ചായത്തുകളിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂരഹിത ഭവനരഹിതരുടെയും ഭൂമിയുള്ള ഭവനരഹിതരുടെയും കരട് ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എന്തെങ്കിലും ആക്ഷേപങ്ങളുള്ളവർ ആഗസ്റ്റ് 10 മുമ്പ് ഇരട്ടയാർ പഞ്ചായത്തിലും 12 മുമ്പ് വണ്ടൻമേട് പഞ്ചായത്തിലും അപ്പീൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ്, KG's Jewelry in association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. വിധിയെ തോൽപ്പിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് വാഴവര കല്ലുവെച്ചേൽ തോമാച്ചൻ. ശാരീരിക വൈകല്യങ്ങളെ അതിജീവിച്ചാണ് ഇദ്ദേഹം കൃഷിയിൽ വിജയം വരിക്കുന്നത്. നേർക്കാഴ്ചയിലേക്ക്. വിധിക്ക് തോൽപ്പിക്കാനാകാത്ത മനക്കരുത്താണ് കല്ലുവെച്ചേൽ തോമാച്ചന്റെ ശക്തി. മരം വെട്ടുകാരനായിരുന്നു തോമാച്ചൻ. 4 വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീണു. നട്ടെല്ലിന് പൊട്ടലുണ്ടായി. 1 വർഷത്തോളം ആശുപത്രിവാസവും ചികിത്സയും. എന്നിട്ടും 2 കാലിൽ നിവർന്നു നിൽക്കാനായില്ല. ഊന്നുവടിയുടെ സഹായത്തോടെ പതിയെ നടക്കാം. ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ തോമാച്ചൻ കൃഷിയെ നെഞ്ചോട് ചേർത്തു. ആരുടെയും മുമ്പിൽ സഹായത്തിനായി കൈനീട്ടാൻ അഭിമാനം സമ്മതിച്ചില്ല. അങ്ങനെ വിധിയെ തോൽപ്പിച്ച് തോമാച്ചൻ പാതി തളർന്ന ശരീരവുമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ 1 വർഷത്തോളം കട്ടിലേക്ക് കിടക്കുന്നു. അങ്ങനത്തെ വീട്ടിലെ സാഹചര്യം എല്ലാം ഓർത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേരും എല്ലാവരും കൂടെ കൂടി പറമ്പിൽ പണി നീക്കായിരുന്നു. ഇത്രയൊക്കെ ഏലവും കുടിക്കുകയാണ്.
സഹായിക്കാൻ പോലും ആരും തന്നെ സഹായിക്കാൻ പോലും ഇല്ലായിരുന്ന അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് തന്നെ സ്വന്തമായിട്ടുള്ള പ്രയത്നത്താൽ ഇത്രയൊക്കെയായി. പിന്നെ ദൈവം ഇതിനേക്കാൾ ഉപരി ഏറ്റവും വലുതായിട്ട് ദൈവം ഇപ്പോഴും വരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 2 ഏക്കർ സ്ഥലത്ത് ഏലവും കുരുമുളകും കപ്പയുമെല്ലാം തഴച്ചു വളരുന്നു. തോമാച്ചനു താങ്ങായി ഭാര്യ മിനിയും മക്കളായ അഖിലും ആകാശമുണ്ട്. കൃഷിക്കൊപ്പം ആടുവളർത്തലും ഇവർക്കുണ്ട്. ദുരന്തങ്ങൾക്ക് മുമ്പിൽ ജീവിതം വിധിക്ക് വിട്ടുകൊടുക്കുന്നവരാണ് പലരും. എന്നാൽ അത്തരക്കാർക്കിടയിൽ വ്യത്യസ്തനാണ് തോമാച്ചൻ. വിധിക്കു കീഴടങ്ങാതെ ജീവിതം തിരിച്ചുപിടിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഈ കർഷകൻ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈക്കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈക്കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ ഏലക്ക ലേല വിവരം. ആകലോട്ട് 173, വിൽപ്പനയ്ക്ക് വന്നത് 23,707, വിൽപ്പന നടന്നത് 23,134, കൂടിയ വില 1,482, ശരാശരി വില 1,083. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 440 രൂപ, ഏലം കൂടിയത് 1,150, ശരാശരി 1,070. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 124 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 32 രൂപ, റബ്ബർ 138 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,670 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഇടുക്കിയിൽ 3.5 മാസം പ്രായമായ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പിതാവാണെന്ന് തെളിഞ്ഞു. മരിയാപുരം ഭൂതക്കുഴിയിൽ അനിൽ അറസ്റ്റിലായി. കസ്തൂരംഗൻ വിഷയത്തിൽ അന്തിമ വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്ന് ജോയ്സ് ജോർജ് MP. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി MP ചർച്ച നടത്തി. പഴയ RBT തേയിലത്തോട്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടിക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം. തോട്ടം ഏറ്റെടുത്ത നടപടി പിൻവലിക്കണമെന്ന് തൊഴിലാളി നേതാക്കൾ. വിധിയെ തോൽപ്പിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച ഒരു കർഷകൻ. വാഴവര കല്ലുവെച്ചൽ തോമാച്ചൻ ശാരീരിക വൈകല്യങ്ങളെ അതിജീവിച്ച് കൃഷിയിൽ മികച്ച നേട്ടം സ്വന്തമാക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.